அண்ணே சீக்கிரம் ஒரு கப்பு தண்ணி கொடுங்க. முகம் கழுதுக்கான அந்த கடைசியில் தண்ணி மூஞ்சி கழுகிறது இல்ல, ரெண்டுக்கு போறதுக்கு. അത് ശരി. അതിൽ ഒരു കപ്പ് വെള്ളം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ദേ അങ്ങ് വെളിയിലെ കുളമിറക്ക്. കപ്പിന് ഒരു ഔൺസ് വെള്ളം കൊണ്ടുപോയി പൂജിക്കാതെ ശരിക്ക് കഴുക. ആ വഴിയിൽ നിന്ന് മാറിയിരിക്കണം കേട്ടോ, മനുഷ്യർക്ക് നടന്നുകൊണ്ട് വഴിയാ. ആ എന്നാച്ചി ഇന്റെ വഴിയൊന്നും കാണുകയില്ലേ? போன வாரம் லோடு கொண்டு வந்தப்போ நாங்க இங்க ஒரு நைட்டு தங்கிட்டு தானே போனோம். என்னண்ணே காலைல சூட சாப்பிடறதுக்கு என்ன இருக்கு? എല്ലാം ഇருக்கு. മുഖ കഴുകി വന്നിരിക്കും, ഞാൻ എപ്പ പോയി കൊണ്ടുവരാം. കടലയായില്ലേ? നേരം വെളുത്ത ആളുകൾ വന്നു തുടങ്ങി. അവിടെ ഇരിക്കട്ടെ, എനിക്ക് 10 കയ്യൊന്നും ഇല്ലല്ലോ. അപ്പുറം കാച്ചിട്ടില്ലേ? മനുഷ്യനെ മിണ്ടാതിരുന്നോണം, മോന്തയ്ക്ക് ഞാൻ കാച്ചും. എന്റെ അമ്മയുടെ അതിന് നീ എന്നോട് ദേഷ്യപ്പെടുന്ന? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ എനിക്ക് വേറ. കുടുംബത്തിൽ കണ്ട തേവിശികളെ കയറ്റി കിടത്തിട്ട് എന്നെ ഭരിക്കാൻ നിൽക്കാണ്ട് വേഗം അവരെ ഇറക്കി വിടാൻ നോക്ക്. കുഞ്ഞമ്മണി, ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഒന്ന് മയങ്ങാൻ ഒരു മുറി വേണമെന്ന് പറഞ്ഞു. പരിചയക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളതും അല്ലേ. വണ്ടിയിൽ പെണ്ണും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞോ? പ്രായം തികഞ്ഞ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ട്, അത് നിങ്ങൾക്കറിയോ? പണ്ട് പലതിനും കൂട്ടു നിന്നിട്ടുണ്ട്, ഇപ്പൊ അത് പറ്റില്ല. എന്റെ മോളെ ആണൊരുത്തന്റെ കൂടെ മാനമായിട്ട് പറഞ്ഞയക്കാനുള്ളവ. ഓ, ഇനി നിന്ന് താളം ചവിട്ടാതെ വേഗം ഇറക്കി വിട്. அம்மான் சீக்கிரமா அங்க உட்காருங்க, இதா வரலாம். എന്താ ഒളിഞ്ഞു നോക്കണേ? എണീറ്റില്ലേ? വിളിക്കാം. വരട്ടെ, നിനക്ക് ചോദിക്കട്ടെ. പനജയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരണമെന്ന് വിചാരിച്ചു. എന്തിനാ? ഒന്നുമില്ല, കാണി സംസാരിച്ചൊക്കെ ചെയ്യാമല്ലോ. ശ്രീധരേട്ടനെ വിളിക്കാം. ശ്രീധര, ശ്രീധര, ശ്രീധരോ, ശ്രീധര, ശ്രീധരോ. ഓ, എന്ത് ഉറക്കം. ശ്രീധര, എന്താ നേരം വെളുത്തു. അതിന് വണ്ടി കൊണ്ട് രാവിലെ തന്നെ പോണെന്ന് പറഞ്ഞിരുന്നാണ്. ശ്രീധര, ഒന്ന് വേഗം പറഞ്ഞു വിടറ. ഇവിടെ അയൽവക്കക്കാരെയും നാട്ടുകാരെയും ഒക്കെ പേടിക്കണം ഞങ്ങൾക്ക്. ഞാൻ അവളെ കൊണ്ട് ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നൊന്നുമല്ല. നിങ്ങൾ ഇറന്ന് വിളിച്ചു ആൾക്കാരെ അറിയിക്കാണ്ടിരുന്നാ മതി. രവിയും കുഞ്ഞാലിയൊക്കെ എനിക്ക് ഇല്ല, എനിക്കിട്ടില്ല. അമ്മ ചെന്നവരെ വിളിച്ചോണത്തി വണ്ടിയുടെ വെള്ളവും ഓയിലൊക്കെ നോക്കാൻ പറഞ്ഞു. കാശുണ്ടേ? തന്നാ വാങ്ങും, ഇല്ലെങ്കിലോ? തരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ അറിയാം. ആദ്യമായിട്ട് കാണുമെന്നല്ലോ ഞാൻ. വേണമെങ്കിൽ വണ്ടിയിൽ ഞാൻ കവലയുടെ അടുത്തോണ്ട് ഇറക്കാം. വേണ്ട, അത് കുറെ നടക്കണം. ഇതിലെ പാടത്തോട് നടന്നാൽ വേഗം എത്തും എന്റെ വീട്. പോണ വഴി നല്ലൊരു കുളമുണ്ട്, പുളിയും കഴിയും. എന്റെ മോനിപ്പോ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. വീട്ടിൽ വേറെ ആരും ഇല്ല എനിക്ക്. എന്താ പറയാൻ മടിയുണ്ടോ? കെട്ടിയനുണ്ട്, സുഖമില്ല. തലച്ചോറിലൊരു മുഴ വന്നതാ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഒന്നുകൂടെ വേണമെന്നാ പറയണേ. ദിവസവും 10-60 രൂപയുടെ മരുന്ന് വേണം. ഇന്നില്ല, ഒരു ദിവസം പറയാം. പോട്ടെ. എനിക്ക് ആവശ്യത്തിന് തന്നല്ലോ. പച്ചോടി. എന്റെ ഈശ്വര, ഒന്ന് വേഗം വെള്ളെടുത്ത് പോ. അമ്മ കണ്ട എന്നെ കൊല്ലും. ആ കന്നാസിംഗ ഞാൻ എടുത്തോടാം. ഓ,
സുമതിക്ക് ഒട്ടും സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ എത്ര നേരം ഉറങ്ങാണ്ട് കൊതുകുടിയും കൊണ്ട് തൊഴുത്തിനിറങ്ങുന്നു അറിയാം. രാത്രി ഇറങ്ങി വരാമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ജനലൊന്ന് മുട്ടിക്കൊണ്ട് ജീവൻ പോയി. ഒരു ഇലയാണെങ്കിൽ അമ്മ ഉണർന്നതാ. ഓ പിന്നെ നിന്റെ അമ്മ പോത്ത് പോലെ ഉറക്കാനുള്ള മന്ത്രമൊക്കെ എന്റെ ഉണ്ട്. എനിക്കറിയാം, വിളഞ്ഞു വിട്ട. ഒഴിച്ചാലും ഒഴിച്ചാലും അറിയാത്ത പൊന്നും കൂടെ കണ്ടിട്ട് നിങ്ങൾ എന്നാ കണ്ടോലി നമ്മളെ അമ്മാന്റെ മോളെ പൊന്നും കൂടം. ഇത് ഇവന്റെ ഒരു പെശകിലേനാണോ കുഞ്ഞാലി? ഓ എന്റെ ശ്രീധരേട്ട, നിങ്ങൾക്കിപ്പോഴും കൊന്നേതാണ് കൊളയേതാന്ന് തിരിച്ചറിഞ്ഞൂടെ? അത് ലൈൻ തന്നെ. ഇന്നലെ രാത്രി കൊണ്ടൊന്ന് മുട്ടയോ വിളിക്കുകയൊക്കെ ചെയ്തോലോ. ഓല് തുറന്നു നിർത്തിയില്ല. ഓക്കറിയുടെ നമ്മളെ ലോറിക്കാരുടെ സ്വഭാവം. എന്താടാ അമ്മാന്റെ മോളുമായിട്ടൊരു പഞ്ചാര? ഏയ് ഒരു തമാശ. തമാശയായാ മതി. ഓ ശ്രീധരേട്ടൻ കൈക്കിട്ട് ആരെയും പൊടിക്കാൻ സ്വന്തമാക്കില്ലേ? ഞങ്ങൾക്ക് പിന്നെന്താ ഒരു നേരം പോക്ക് അല്ല കുഞ്ഞാലി? തടി കയറാൻ ഒരു നേരം പോക്കും നമ്മളില്ല റബ്ബേ. അല്ല കട്ടെടുക്കട്ടെ. എടുക്ക. കാണാം. ശരി ശരി. എന്താ ചരക്ക്? ആപ്പിളാ കൊച്ചിക്ക്. കൊച്ചുവർക്കിടെ ലോറി ബുക്കിംഗ് ഓഫീസിൽ നിന്ന് നിന്നെ കണ്ട ഒരു വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഗോവിന്ദനാശാന് സൂര്യന്റെ ആശുപത്രിയില്ല. എന്താ അസുഖം? ഒരു നെഞ്ചുവേദന വന്നു പറഞ്ഞു. മേനു ഡോക്ടർ ആശുപത്രിയില്ല. ഹാർട്ടും തോന്നുന്നു. ഒന്ന് ഞാൻ പോട്ടെ. ആ ശരി, ഞാനിവിടെ ഇറങ്ങാം. വണ്ടി കൊണ്ട് നീ പോകും. അല്ല, നമുക്ക് വണ്ടി കൊണ്ട് ആശുപത്രിയിലേക്ക് പോയാലോ? അത് വേണ്ട, ചരക്കൊന്ന് 10 മണിക്കും എത്തിക്കണം. ഞാനിവിടുന്ന് ഒരു ടാക്സി വിളിച്ചു പോയിക്കോളാം. ചേട്ടാക്കോലും പെട്ടിയുടെ ഉള്ളിൽ ബാഗില് കാശിരിപ്പുണ്ട്. ചരക്ക് ഇറക്കിയിട്ട് മുതലാളിയെ കണ്ട് കണക്കും കാശ് ഏൽപ്പിക്കണം. എന്നിട്ട് വന്നാൽ മതി. കുഞ്ഞാലേ, നീ ഉറങ്ങണ്ടേ? ഇല്ല ഇല്ല. ഞാൻ സൂക്ഷിച്ചു പോണേ. ആ ഫോട്ടോ. ആ